വെൽക്കം ടു ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കെമിസ്ട്രി ഫോർ ഇൻഫർമേഷൻ സയൻസ് ആൻഡ് ഇലക്ട്രിക്കൽ സയൻസിലെ ഫസ്റ്റ് മൊഡ്യൂൾ ആയിട്ടുള്ള ഇലക്ട്രോ കെമിസ്ട്രി ആൻഡ് കൊറോഷൻ സയൻസിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? റൈറ്റ് എനി 3 ഡിഫറൻസ് ബിറ്റ്വീൻ ഇലക്ട്രോ കെമിക്കൽ സീരീസ് ആൻഡ് ഗാൽവനിക് സീരീസ്. ആ ക്വസ്റ്റ്യൻ തന്നെ പിന്നെ ചോദിച്ചിട്ടുള്ളത് എങ്ങനെയാണ്? വാട്ട് ഈസ് എ ഗാൽവനിക് സീരീസ് ആൻഡ് കമ്പയർ ഇറ്റ് വിത്ത് ഇലക്ട്രോ കെമിക്കൽ സീരീസ്. ഓക്കെ, അതിന്റെ എങ്ങനെയാണ്? ഇലക്ട്രോ കെമിക്കൽ സീരീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇറ്റ് ഈസ് ആൻ അറേഞ്ച്മെന്റ് ഓഫ് മെറ്റൽസ്. ഒരു മെറ്റൽസിന്റെ അറേഞ്ച്മെന്റ് ആണ്. എങ്ങനെ? ഇൻ ദ ഓർഡർ ഓഫ് സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ. സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യലിന്റെ ഓർഡറിൽ മെറ്റൽസിനെ അറേഞ്ച് ചെയ്യുന്നതിന് പറയുന്നതാണ് ഇലക്ട്രോ കെമിക്കൽ സീരീസ്. അപ്പൊ ഗാൽവനിക് സീരീസോ? ഇറ്റ് ഈസ് ഓൾസോ ആൻ അറേഞ്ച്മെന്റ് ഓഫ് മെറ്റൽസ് ഇൻ ദ ഓർഡർ ഓഫ് കൊറോഷൻ ടെൻഡൻസീസ്. കൊറോഷൻ ടെൻഡൻസിന്റെ ഓർഡറിലാണ് മെറ്റൽസിനെ അറേഞ്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനെ ഗാൽവനിക് സീരീസ് എന്നും, സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യലിന്റെ ഓർഡറിലാണ് മെറ്റൽസിനെ അറേഞ്ച് ചെയ്യുന്നതെങ്കിൽ അതിനെ ഇലക്ട്രോ കെമിക്കൽ സീരീസ് എന്നും പറയും. അതാണ് വാട്ട് ഈസ് ഇലക്ട്രോ കെമിക്കൽ സീരീസ് അല്ലെങ്കിൽ വാട്ട് ഈസ് ഗാൽവനിക് സീരീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഇലക്ട്രോ കെമിക്കൽ സീരീസ് എന്ന് പറഞ്ഞാൽ അത് ഇറ്റ് വിൽ പ്രെഡിക്ട് ദ റിലേറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് ടെൻഡൻസീസ് ഓഫ് മെറ്റൽ. അതെന്താണ്? റിലേറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് ടെൻഡൻസീസ് ആണ് പ്രെഡിക്ട് ചെയ്യാം. അതുപോലെ ഗാൽവനിക് സീരീസോ? ഇറ്റ് വിൽ പ്രെഡിക്ട് ദ കൊറോഷൻ ടെൻഡൻസീസ്. അത് കൊറോഷൻ ടെൻഡൻസിയാണ് മെഷർ ചെയ്യാം. അതുപോലെ ഇലക്ട്രോ കെമിക്കൽ സീരീസിന്റെ എക്സാമ്പിൾ ആയിട്ടുള്ള റെഫറൻസ് ഇലക്ട്രോഡ് ഏതാണ്? സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്. സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് എന്താണ്? ഒരു പ്രൈമറി റെഫറൻസ് ഇലക്ട്രോഡ് ആണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ആണ് നമ്മുടെ ഇലക്ട്രോ കെമിക്കൽ സീരീസിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. അതുപോലെ ഗാൽവനിക് സീരീസിന്റെ എക്സാമ്പിൾ ആയിട്ടുള്ള റെഫറൻസ് ഇലക്ട്രോഡ് ഏതാണ്? ഇറ്റ് ഈസ് കാലമൽ ഇലക്ട്രോഡ്. കാലമൽ ഇലക്ട്രോഡ് ആണ് ഗാൽവനിക് സീരീസിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇലക്ട്രോ കെമിക്കൽ സീരീസിൽ എന്താണ്? മെറ്റൽസിന്റെ പൊസിഷൻസ് ഒന്നും ചേഞ്ച് വരില്ല. പൊസിഷൻസ് ഓഫ് മെറ്റൽസ് ആർ ഫിക്സഡ്. പക്ഷേ ഗാൽവനിക് സീരീസിലോ പൊസിഷൻസ് ചേഞ്ച് ചെയ്യാം, മേ ബി ചേഞ്ച്. ഓക്കെ, നെക്സ്റ്റ് എന്താ പറയുന്നത്? സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ്? പ്യുവർ മെറ്റലിനെ നമ്മൾ എന്ത് ചെയ്യും? 1 മോളാർ സോൾട്ട് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ മെഷർ ചെയ്യുന്നത്. ഏതില്? ഇലക്ട്രോ കെമിക്കൽ സീരീസിൽ. അപ്പൊ ഗാൽവനിക് സീരീസിൽ വരുമ്പോഴോ? ഗാൽവനിക് സീരീസിൽ മെറ്റൽസിന്റെ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ മെഷർ ചെയ്യുന്നത് എന്താണ്? അൺപൊല്യൂട്ടഡ് സീ വാട്ടറിൽ ഇട്ടാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗാൽവനിക് സീരീസിന്റെ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ കിട്ടും. അതേപോലെ തന്നെ ഇലക്ട്രോ കെമിക്കൽ സീരീസ് നമ്മൾ മെറ്റൽസിനും എന്താണ് നോൺ മെറ്റൽസിനും മാത്രമേ ഉപയോഗിക്കുള്ളൂ. പക്ഷേ ഗാൽവനിക് സീരീസിലോ മെറ്റൽസിനും അലോയ്സിനും ആണ് നമ്മൾ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുക. ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്താണ് ഇലക്ട്രോ കെമിക്കൽ സീരീസും ഗാൽവനിക് സീരീസും തമ്മിലുള്ള കമ്പാരിസൺ. അപ്പൊ നമ്മളോട് ചോദിച്ചതാണ് റൈറ്റ് എനി 3 ഡിഫറൻസ്. അപ്പൊ ഇതിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള 3 ഡിഫറൻസ് എഴുതാം. അല്ലെങ്കിൽ ഇത് എന്തായാലും അതിന്റെ എന്താണ് ഇലക്ട്രോ കെമിക്കൽ സീരീസ്, എന്താണ് ഗാൽവനിക് സീരീസ് എന്ന് പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. മനസ്സിലായില്ലേ? അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഡിസ്കസ് ദ ഡിസൈൻ ഓഫ് എ ഗ്ലാസ് ഇലക്ട്രോഡ് ആൻഡ് എക്സ്പ്ലെയിൻ how a glass electrode can be employed in the measurement of pH of a solution. എന്താണ്? ഗ്ലാസ് ഇലക്ട്രോഡിന്റെ ഡിസൈൻ, അതുപോലെ തന്നെ ഗ്ലാസ് ഇലക്ട്രോഡ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ pH മെഷർ ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഗ്ലാസ് ഇലക്ട്രോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ്. ഈ ഗ്ലാസ് ഇലക്ട്രോഡിന്റെ പ്രത്യേകത എന്താ? ഇതാണ് നമ്മുടെ ഗ്ലാസ് ഇലക്ട്രോഡ്. ഓക്കെ, ഈ ഗ്ലാസ് ഇലക്ട്രോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് സെക്കൻഡറി റെഫറൻസ് ഇലക്ട്രോഡ്. അതെന്താണ്? ഒരു സെക്കൻഡറി റെഫറൻസ് ഇലക്ട്രോഡ് ആണ്. അതുപോലെ തന്നെ അയോൺ സെൻസിറ്റീവ് ഇലക്ട്രോഡ്. അതെന്താണ്? ഒരു അയോൺ സെൻസിറ്റീവ് ഇലക്ട്രോഡും ആണ്, സെക്കൻഡറി റെഫറൻസ് ഇലക്ട്രോഡും ആണ്. നമുക്ക് അതിന്റെ ഡിസൈനൊക്കെ കടക്കാം. ഒരു ഗ്ലാസ് ഇലക്ട്രോഡ് എടുത്ത് അതിന് മെയിൻ ആയിട്ട് 3 പാർട്സ് ആണുള്ളത്. ഒന്നെന്താണ്? അതിന്റെ ഗ്ലാസ് ബൾബ്. അതിന്റെ ഏറ്റവും ടിപ്പിൽ കാണുന്നതാണ് അതിന്റെ ഗ്ലാസ് ബൾബ്. ആ ഗ്ലാസ് ബൾബിന് ഒരു പ്രത്യേകത ഉണ്ട്. അത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? ഇറ്റ് ഈസ് തിൻ, അതുപോലെ തന്നെ pH സെൻസിറ്റീവ് ആണ്, അതുപോലെ തന്നെ ഹൈ ഇലക്ട്രിക്കൽ കണ്ടക്ടൻസ് ആണ്. അത് ഉണ്ടാക്കിയിട്ടുള്ളത് സോഡിയം സിലിക്കേറ്റ് വെച്ചിട്ടാണ്. എന്താണ്? സോഡിയം സിലിക്കേറ്റ്. അതെന്താണ്? തിന്നാണ്, pH സെൻസിറ്റീവ് ആണ്, ഹൈ ഇലക്ട്രിക്കൽ കണ്ടക്ടൻസ് ഉള്ള ഒരു സ്പെഷ്യൽ ഗ്ലാസ് ബൾബാണ് നമ്മുടെ ഗ്ലാസ് ഇലക്ട്രോഡിന്റെ ഉപയോഗിക്കുന്നത്. അത് ഏറ്റവും ടിപ്പിലായിട്ടാണ് കാണുന്നത്. ആ ഗ്ലാസ് ബൾബിന്റെ നേരെ മുകളിലായിട്ട് അത് ഡിപ്പ് ചെയ്തിട്ടുള്ളത് എന്തിലാണ്? ഒരു ഇന്റേണൽ സൊല്യൂഷനിലാണ്. എന്താണ്? ഇന്റേണൽ സൊല്യൂഷൻ. ആ ഇന്റേണൽ സൊല്യൂഷൻ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? 1 നോർമൽ HCl. എന്താണ്? 1 നോർമൽ HCl. പിന്നെ ഇതിന്റെ മൂന്നാമത്തെ ഇമ്പോർട്ടന്റ് പാർട്ടാണ് ഇന്റേണൽ റെഫറൻസ് ഇലക്ട്രോഡ്. ഇന്റേണൽ റെഫറൻസ് ഇലക്ട്രോഡ് ഈ പിക്ചറിൽ നോക്കൂ. ഈ കാണുന്ന
സിൽവർ ആണ് ഇതിന്റെ ഇന്റേണൽ റെഫറൻസ് ഇലക്ട്രോഡ്. അപ്പൊ ഒന്നും കൂടി പറയാം, ഇതിന്റെ ഡിസൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഏറ്റവും താഴെ എന്തുണ്ട്, ഒരു ഗ്ലാസ് ബൾബ് ഉണ്ട്. ഈ ഗ്ലാസ് ബൾബ് എന്താണ്, തിന്നാണ്, അതുപോലെ തന്നെ pH സെൻസിറ്റീവ് ആണ്, അതുപോലെ തന്നെ ഹൈ ഇലക്ട്രിക്കൽ കണ്ടക്ടൻസ് ആണ്. ഓക്കെ, പിന്നെ ഇവിടെ ഉള്ളത് ഒരു ഇന്റേണൽ സൊല്യൂഷൻ ആണ്. അതെന്താണ്, 1 നോർമൽ HCl കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് നമ്മുടെ എന്ത്, ഇന്റേണൽ സൊല്യൂഷൻ. അതുപോലെ നെക്സ്റ്റ് വരുന്നതാണ് റെഫറൻസ് ഇലക്ട്രോഡ്. അതെന്താണ്, സിൽവർ ആണ്. ഓക്കെ, ഇതാണ് നമ്മുടെ എന്ത്, ഗ്ലാസ് ഇലക്ട്രോഡിന്റെ ഡിസൈൻ. നമുക്ക് അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, വർക്കിംഗ് പ്രിൻസിപ്പിൾ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്ന നോക്കാം. അതായത് നമ്മുടെ ഈ ഗ്ലാസ് ഇലക്ട്രോഡിന്റെ ഇന്റേണൽ സൊല്യൂഷനിൽ HCl ആയതുകൊണ്ട് തന്നെ അതിൽ ഒരുപാട് എന്തുണ്ടാവും, H+ അയോൺസ് ഉണ്ടാവും, ഒരുപാട് H+ അയോൺസ് ഉണ്ടാവും. ആ H+ അയോൺസ് ഒക്കെ ഇവിടെ എന്താണ്, കോൺസ്റ്റന്റ് ആണ്. ആ H+ അയോൺസ് ഒക്കെ കോൺസ്റ്റന്റ് ആണ്. ആ കോൺസ്റ്റന്റ് ആയിട്ടുള്ള H+ അയോൺസ് ഉള്ള ഗ്ലാസ് ഇലക്ട്രോഡ് എന്ത് ചെയ്തു, നമ്മളൊരു ബീക്കർ എടുത്തു. ആ ബീക്കർക്ക് എന്ത് ചെയ്തു, നമ്മുടെ മെഷർമെന്റ് pH മെഷർ ചെയ്യാനുള്ള സൊല്യൂഷൻ ഡിപ്പ് ചെയ്തു. ആ സൊല്യൂഷനിൽ എന്താണ്, ഒരുപാട് H+ അയോൺസ് ഉണ്ടാവില്ല, ആ സൊല്യൂഷനിലും ഒരുപാട് H+ അയോൺസ് ഉണ്ടാവും. അതെന്ത് ചെയ്തു, ആ സൊല്യൂഷനിലേക്ക് നമ്മുടെ ഗ്ലാസ് ഇലക്ട്രോഡ് നമ്മൾ ഡിപ്പ് ചെയ്തു. ആ ഡിപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ എന്താണ്, നമ്മുടെ ഗ്ലാസ് ഇലക്ട്രോഡിന്റെ ഉള്ളിലുള്ള H+ അയോൺസും അതേപോലെ അൺനോൺ സൊല്യൂഷനിലുള്ള H+ അയോൺസും നമ്മൾ എന്ത് ചെയ്യും, ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യും. എന്താണ്, ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യും. കാരണം എന്താണ്, നമ്മൾ പറഞ്ഞു ഗ്ലാസ് ബൾബ് എന്ന് പറഞ്ഞാൽ ഹൈ ഇലക്ട്രിക്കൽ കണ്ടക്ടൻസ് ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ H+ അയോൺസിന്റെ മൂവ്മെന്റ് നടക്കും. രണ്ട് H+ അയോൺസ് നമ്മൾ എന്ത് ചെയ്യും, അപ്പോൾ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങും. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, pH മെഷർ ചെയ്യാൻ പറ്റും. ഈ ഒരു ബേസിസിലാണ് നമ്മുടെ ഗ്ലാസ് ഇലക്ട്രോഡിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. എങ്ങനെയാണ്, the H+ ions in the glass electrode is constant when it is in come in contact with the H+ ions in the എന്താണ് reference unknown സൊല്യൂഷനിലുള്ള H+ അയോൺസുമായിട്ട് കോണ്ടാക്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ it will create a potential difference. Then we can measure that potential difference, then we can measure the pH of the solution. ഇത് വെച്ചിട്ടാണ് നമ്മളുടെ വർക്കിംഗ് പ്രിൻസിപ്പിൾ പോണത്. സോ നമ്മൾക്കറിയാം നേൺസ്റ്റ് ഇക്വേഷൻ പ്രകാരം EMF കാണാനുള്ള ഇക്വേഷൻ ആണ് EG is equal to EG plus 0.0591 log H plus. എന്താണ്, EG plus 0.0591 log H plus. ഇതിൽ എന്ത് ചെയ്തു, നമ്മൾ എന്താ കാണുന്നത്, pHന്റെ ഓർഡറിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ ഈ log H പ്ലസിന് പകരം അവിടെ എന്ത് ചെയ്തു, pHന്റെ ഇത് കൊടുത്തു. pH എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, മൈനസ് log H plus ആണ്. ആ മൈനസ് log H plus ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, E0G minus 0.0591 pH. ഇതാണ് നമ്മുടെ ഗ്ലാസ് ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണാനുള്ള ഇക്വേഷൻ. ഇതാണ് നമ്മുടെ ഗ്ലാസ് ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണാനുള്ള ഇക്വേഷൻ. എന്താണ്, E0G minus 0.0591 pH. അത് എന്തെന്നാണ് വന്നത്, നേൺസ്റ്റ് ഇക്വേഷനിൽ നമ്മൾ എന്ത് ചെയ്തു, log H പ്ലസിന്റെ സ്ഥാനത്ത് pHന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോഴാണ് നമുക്ക് ഇത് കിട്ടിയത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്ലാസ് ഇലക്ട്രോഡിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കാണാനുള്ള ഇക്വേഷൻ. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ദ മെഷർമെന്റ് ഓഫ് pH ഓഫ് എ സൊല്യൂഷൻ. അതിന് നമ്മൾ നെക്സ്റ്റ് ഐലൻഡുള്ള ക്വസ്റ്റ്യൻ ആണ്, ഡിസൈൻ കഴിഞ്ഞിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ് മെഷർമെന്റ് ഓഫ് എ pH ഇൻ എ സൊല്യൂഷൻ. ഓക്കെ, എങ്ങനെ നമുക്ക് അൺനോൺ സൊല്യൂഷന്റെ pH മെഷർ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളിവിടെ ഈ പിക്ചർ നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ എന്തുണ്ട്, നമ്മുടെ അൺനോൺ സൊല്യൂഷൻ ഉണ്ട്. ഇതാണ് നമ്മുടെ അൺനോൺ സൊല്യൂഷൻ. ഈ ബീക്കർ നിറച്ച് നമ്മുടെ അൺനോൺ സൊല്യൂഷൻ ആണ്. അതിക്ക് നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ ഗ്ലാസ് ഇലക്ട്രോഡ് ഡിപ്പ് ചെയ്തു. അപ്പൊ ഗ്ലാസ് ഇലക്ട്രോഡ് ഡിപ്പ് ചെയ്തു. പിന്നെ എന്ത് ചെയ്തു, ഈ ഗ്ലാസ് ഇലക്ട്രോഡ് ഡിപ്പ് ചെയ്തുകൊണ്ട് മാത്രം നമുക്ക് എന്ത് ചെയ്യൂല, മെഷർ ചെയ്യാൻ പറ്റൂല. നമ്മൾ എന്ത് ചെയ്യണം, ഈ ഗ്ലാസ് ഇലക്ട്രോഡിനെ ഒരു റെഫറൻസ് ഇലക്ട്രോഡുമായിട്ട് കപ്പിൾ ചെയ്യണം. അപ്പൊ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന റെഫറൻസ് ഇലക്ട്രോഡ് ഏതാണ്, സെക്കൻഡറി റെഫറൻസ് ഇലക്ട്രോഡ് ആയിട്ടുള്ള സാച്ചുറേറ്റഡ് കാലമൽ ഇലക്ട്രോഡ് ആണ്. സാച്ചുറേറ്റഡ് കാലമൽ ഇലക്ട്രോഡിനെ നമ്മൾ ഗ്ലാസ് ഇലക്ട്രോഡുമായിട്ട് കപ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, pH മെഷർ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് നോക്കാം, നമുക്ക് ഇവിടെ എന്തൊക്കെയാണ് ഉള്ളത്. നമുക്ക് ഇവിടെ ഉള്ളത് എന്താണ്, നമ്മുടെ ഗ്ലാസ് ഇലക്ട്രോഡ് ഉണ്ട്, അൺനോൺ സൊല്യൂഷൻ ഉണ്ട്, പിന്നെ നമ്മൾ സാച്ചുറേറ്റഡ് കാലമൽ ഇലക്ട്രോഡ് ഉണ്ട്. അപ്പൊ ഈ ഒരു പിക്ചറിനെ നമ്മൾ കെമിക്കലി റെപ്രസെന്റ് ചെയ്തതാണ് ഞാനിവിടെ ഈ കാണുന്നത്. ഓക്കെ, എന്താണ്, ആദ്യം നമ്മുടെ റെഫറൻസ് ഇലക്ട്രോഡ് ആയിട്ടുള്ള എന്താണ്, AG സിൽവർ AgCl ബാർ
0.1 നോർമൽ HCl, നമ്മുടെ ഇന്റേണൽ സൊല്യൂഷൻ 0.1 നോർമൽ HCl, പിന്നെ നമ്മുടെ ഗ്ലാസ് ഇലക്ട്രോഡ് ഗ്ലാസ്, പിന്നെ നമ്മുടെ അൺനോൺ സൊല്യൂഷൻ ഡബിൾ ബാർ എന്താണ് നമ്മുടെ സാൾട്ട് ബ്രിഡ്ജ്. ഈ സാൾട്ട് ബ്രിഡ്ജ് വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ സാച്ചുറേറ്റഡ് കാലമൽ ഇലക്ട്രോഡ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഡബിൾ ബാർ പിന്നെ സാച്ചുറേറ്റഡ് കാലമൽ ഇലക്ട്രോഡ്, ഇതാണ് നമ്മുടെ റെപ്രസെന്റേഷൻ ഓഫ് എ മെഷർമെന്റ് ഓഫ് എ pH സൊല്യൂഷൻ. നമ്മുടെ ഈ പിക്ചറിനെ നമ്മൾ കെമിക്കലി റെപ്രസെന്റ് ചെയ്തതാണ് ഇത്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ മെഷർമെന്റിലേക്ക് കടക്കാം. അപ്പൊ നമുക്ക് മെഷർ ചെയ്യണമെങ്കിൽ നമുക്കറിയാം EMF കാണാനുള്ള സ്റ്റാൻഡേർഡ് EMF കാണാനുള്ള ഇക്വേഷൻ എന്താണ്, E0 സെൽ ഈസ് ഈക്വൽ ടു E0 EMF കാണാനുള്ള ഇക്വേഷൻ എന്താണ്, E0 കാഥോഡ് മൈനസ് E0 ആനോഡ്. E0 കാഥോഡ് മൈനസ് E0 ആനോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, E0 സെൽ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ആനോഡും കാഥോഡും വേണം. അപ്പൊ ഞാൻ ഇതില് കാഥോഡ് അയച്ചെടുക്കുന്നത് നമ്മുടെ സാച്ചുറേറ്റഡ് കാലമൽ സൊല്യൂഷനും ആനോഡ് ആയിട്ട് നമ്മുടെ ഗ്ലാസ് ഇലക്ട്രോഡിനെയാണ് എടുക്കുന്നത്. എന്താണ്, ഗ്ലാസ് ഇലക്ട്രോഡിനും ആണ് നമ്മുടെ ആനോഡ് ആയിട്ട് എടുക്കുന്നത്. ആരെയാണ്, ഗ്ലാസ് ഇലക്ട്രോഡിനെയാണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്, ആനോഡ് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആനോഡും കാഥോഡും കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ E0 സെൽ അതായത് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാം. അപ്പൊ എന്താണ്, നമ്മുടെ കാഥോഡ് ആരാണ്, E0 SCE. SCE എന്ന് പറഞ്ഞാൽ എന്താണ്, സാച്ചുറേറ്റഡ് കാലമൽ ഇലക്ട്രോഡിനെ നമ്മൾ എടുത്തിട്ടുള്ളത്. ആനോഡ് ആയിട്ട് ആരും എടുത്തിട്ടുള്ളത്, നമ്മുടെ ഗ്ലാസ് ഇലക്ട്രോഡിനെയാണ് നമ്മൾ ആനോഡ് ആയിട്ട് എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് കാലമൽ ഇലക്ട്രോഡ്. കാലമൽ ഇലക്ട്രോഡിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ 0.2422 ആണ്. എന്താണ്, 0.2422 മൈനസ് നമ്മൾ ഇവിടെ ഇപ്പൊ പഠിച്ചു എന്താണ്, ഗ്ലാസ് ഇലക്ട്രോഡിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ E0G മൈനസ് 0.0591 pH. അത് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. E0G മൈനസ് 0.0591 pH. ഇത് ഇവിടെ നമ്മൾ മെഷർ ചെയ്തു, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഓക്കെ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് വരും, E0 സെൽ ഈക്വൽ ടു 0.2422 മൈനസ് E0 സെൽ, പിന്നെ നമ്മുടെ ഈ മൈനസും എന്തായി മാറും, പ്ലസ് ആയി മാറും, പ്ലസ് 0.0591 pH. ഇങ്ങനെ കിട്ടി. ഓക്കെ, നമ്മൾക്ക് ഇതിൽ ആരെയാണ് കാണേണ്ടത്, നമ്മുടെ pH നെയാണ് കാണേണ്ടത്. ഓക്കെ, നമുക്ക് ഇതിൽ കാണേണ്ടത് ആരാണ്, നമ്മുടെ pH. അപ്പൊ നമ്മൾ ഈ pH നെ എന്ത് ചെയ്തു, ഈ ഒരു സൈഡിലേക്ക് ആക്കിയിട്ട് ബാക്കിയുള്ളവർ മറ്റേ സൈഡിലേക്ക് ആക്കാൻ പോവാണ്. അപ്പൊ നമ്മൾ എന്ത് വരും, 0.0591 pH ഈക്വൽ ടു E0 സെൽ. ഓക്കെ, E0 സെൽ ഇത് ഇവിടേക്ക് വരുമ്പോൾ മൈനസ് ആവും, 0.2422. ഈ മൈനസ് E0 സെൽ ഇവിടേക്ക് വരുമ്പോൾ എന്താവും, പ്ലസ് ആവും E0 സെൽ. ഓക്കെ, E0 സെല്ലിന് നമുക്ക് എന്ത് കൊടുക്കാം, EG എന്ന് കൊടുക്കാം. ഓക്കെ, EG എന്ന് കൊടുക്കാം, ഇവിടെയും EG എന്ന് കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ വന്നു. ഓക്കെ, അപ്പൊ നമുക്ക് pH മാത്രം ആക്കണം. അപ്പൊ നമ്മുടെ ഇവിടെ എന്ത് ചെയ്തു, pH നെ മാത്രം നിർത്തി മറ്റേതിനെ അങ്ങോട്ട് കൊണ്ടുപോകണം. അപ്പൊ എന്ത് കിട്ടി, E0 സെൽ മൈനസ് 0.2422 പ്ലസ് E0G ഡിവൈഡഡ് ബൈ 0.0591. ഇതാണ് നമ്മുടെ pH മെഷർ ചെയ്യാനുള്ള ഇക്വേഷൻ, pH കാണാനുള്ള ഇക്വേഷൻ ആണ് ഇത്. ഓക്കെ, ഇതാണ് നമ്മുടെ pH കാണാനുള്ള ഇക്വേഷൻ. ഓക്കെ, ഇത് നമ്മൾ എന്തായാലും പഠിച്ചിരിക്കണം, കാരണം essay ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് വരുന്നതാണ് pH ന്റെ മെഷർമെന്റ്, അതേപോലെ ഗ്ലാസ് ഇലക്ട്രോഡ് ഡിസൈൻ. അപ്പൊ ഒന്നുകൂടി നോക്കാം. നമുക്ക് ഇത് കാണണമെങ്കിൽ എന്ത് വേണം, E0 സെൽ EMF കാണാൻ എന്താണ്, ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ്. അപ്പൊ ഇവിടെ നമ്മൾ കാഥോഡ് അയച്ചെടുത്തത് സാച്ചുറേറ്റഡ് കാലമൽ ഇലക്ട്രോഡിനും ആനോഡ് അയച്ചെടുത്തിട്ടുള്ളത് ആരെയാണ്, നമ്മുടെ ഗ്ലാസ് ഇലക്ട്രോഡിനാണ്. അപ്പൊ നമ്മൾ ഇവിടെ കൊടുത്തു E0 സാച്ചുറേറ്റഡ് കാലമൽ ഇലക്ട്രോഡ് മൈനസ് E0 ഗ്ലാസ് ഇലക്ട്രോഡ്. അപ്പൊ നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യമാണ് സാച്ചുറേറ്റഡ് കാലമൽ ഇലക്ട്രോഡിന്റെ എത്രയാണ്, 0.2422. അതേപോലെ നമ്മൾ ഇവിടെ ഉള്ളത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു നമ്മൾ ബ്രാക്കറ്റ് ഒക്കെ ഓപ്പൺ ചെയ്തപ്പോൾ 0.2422
മൈനസ് E0G പ്ലസ് 0.0591 കിട്ടി. അപ്പൊ പി എച്ചിനെ കാണാൻ വേണ്ടി ഇതാക്കിയപ്പോൾ നമ്മൾ സോൾവ് ചെയ്ത് വന്നപ്പോൾ നമുക്ക് എന്ത് കിട്ടി? പി എച്ച് ഇസ് ഈക്വൽ ടു E0 സെൽ മൈനസ് 0.2422 പ്ലസ് E0G ഡിവൈഡഡ് ബൈ 0.0591. ഇതാണ് നമ്മുടെ പി എച്ച് മെഷർ ചെയ്യാനുള്ള ഇക്വേഷൻ. അപ്പൊ നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ പഠിച്ചത് ഫസ്റ്റ് ഇതിന്റെ ഡിസൈൻ ആയിരുന്നു, പിന്നെ വർക്കിംഗ് പ്രിൻസിപ്പിൾ പഠിച്ചു, പിന്നെ നമ്മൾ ഇതിന്റെ മെഷർമെന്റ് പഠിച്ചു. അപ്പൊ 3 കാര്യങ്ങളാണ് പഠിച്ചത്. അതൊരു എസ്എ ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? വാട്ട് ആർ ദ റെഫറൻസ് ഇലക്ട്രോഡ്സ്? ഗിവ് എക്സാമ്പിൾസ് ഫോർ പ്രൈമറി റെഫറൻസ് ഇലക്ട്രോഡ് ആൻഡ് സെക്കൻഡറി റെഫറൻസ് ഇലക്ട്രോഡ്സ് ആൻഡ് ഡ്രോ ദെയർ ഡയഗ്രാം. എന്താണ് റെഫറൻസ് ഇലക്ട്രോഡ്? റെഫറൻസ് ഇലക്ട്രോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന ആളാണ്. അവർ എന്തുകൊണ്ടാണ് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് ആയിട്ട് യൂസ് ചെയ്യാൻ കാരണം? ബിക്കോസ് ദേ ആർ സ്റ്റേബിൾ ആൻഡ് ദേ ഹാവ് നോൺ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അവർക്ക് നോൺ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും, അവരുടെ പൊട്ടൻഷ്യൽ നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ അവരെന്തായിരിക്കും? സ്റ്റേബിളും ആയിരിക്കും. അതുകൊണ്ടാണ് റെഫറൻസ് ഇലക്ട്രോഡിനെ സ്റ്റാൻഡേർഡ് റെഫറൻസ് ഇലക്ട്രോഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ റെഫറൻസ് ഇലക്ട്രോഡ് എന്താ ചെയ്യുന്നത്? റെഫറൻസ് ഇലക്ട്രോഡ് ഈസ് യൂസ്ഡ് ടു മെഷർ ദ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽസ് ഓഫ് അതർ ഇലക്ട്രോഡ്സ് ഇൻ ഇലക്ട്രോകെമിക്കൽ സെൽസ്. ഇലക്ട്രോകെമിക്കൽ സെൽസിലുള്ള മറ്റ് ഇലക്ട്രോഡ്സിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് ആണ് എന്ത്? നമ്മുടെ റെഫറൻസ് ഇലക്ട്രോഡ്. റെഫറൻസ് ഇലക്ട്രോഡിന്റെ പ്രത്യേകത എന്താണ്? അത് സ്റ്റേബിളും ആയിരിക്കും. അതുപോലെ തന്നെ ദേ ഹാവ് നോൺ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അവർക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഐഡിയൽ റെഫറൻസ് ഇലക്ട്രോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അക്യൂറേറ്റ് ആയിട്ടുള്ള എന്തുണ്ടാവും? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ദേ ആർ കോൺസ്റ്റന്റ്. അവർ അത്രയും സ്റ്റേബിൾ ആയിട്ടുണ്ടാവും. ഓക്കെ, ഇതാണ് ഐഡിയൽ റെഫറൻസ് ഇലക്ട്രോഡിന്റെ പ്രത്യേകത. അപ്പൊ റെഫറൻസ് ഇലക്ട്രോഡ് എന്താണെന്ന് മനസ്സിലായില്ലേ? അതെന്താണ്? ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള, അതുപോലെ തന്നെ നോൺ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉള്ള ഒരു സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. എന്തിനാ? ടു മെഷർ ദ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽസ് ഓഫ് അതർ ഇലക്ട്രോഡ്സ് ഇൻ ഇലക്ട്രോകെമിക്കൽ സെൽസ്. ഇലക്ട്രോകെമിക്കൽ സെൽസിലുള്ള മറ്റ് ഇലക്ട്രോഡ്സിന്റെ പൊട്ടൻഷ്യൽ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് ആണ് റെഫറൻസ് ഇലക്ട്രോഡ്. അപ്പൊ റെഫറൻസ് ഇലക്ട്രോഡിന്റെ 2 ടൈപ്പ് ഉണ്ട്. പ്രൈമറി റെഫറൻസ് ഇലക്ട്രോഡ് ഉണ്ട്, സെക്കൻഡറി റെഫറൻസ് ഇലക്ട്രോഡ് ഉണ്ട്. അപ്പൊ പ്രൈമറി റെഫറൻസ് ഇലക്ട്രോഡിന്റെ എക്സാമ്പിൾ ആണ് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്. അപ്പൊ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ആണ് പ്രൈമറി റെഫറൻസ് ഇലക്ട്രോഡിന്റെ എക്സാമ്പിൾ. അപ്പൊ പ്രൈമറി റെഫറൻസ് ഇലക്ട്രോഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണ്? ഒരു ബീക്കർ ഉണ്ട്. ആ ബീക്കറിൽ നമ്മൾ എന്തെടുത്തു? HCl സൊല്യൂഷൻ എടുത്തു. ആ HCl സൊല്യൂഷൻക്ക് നമ്മൾ എന്ത് ചെയ്തു? ഒരു പ്ലാറ്റിനം ഫോയിൽ, പ്ലാറ്റിനം കോട്ടഡ് പ്ലാറ്റിനം ഫോയിൽ, അങ്ങനെയാണ് പ്ലാറ്റിനം കോട്ടഡ് പ്ലാറ്റിനം ഫോയിൽ. ഇതാണ് നമ്മൾ പ്ലാറ്റിനം ഫോയിൽ. ഈ പ്ലാറ്റിനം ഫോയിൽ ഡിപ്പ് ചെയ്തിട്ട് അതെന്ത് ചെയ്തു? ഒരു പ്ലാറ്റിനം വയർ വഴി കണക്ട് ചെയ്തു. അതിന് ഇവിടെ നമ്മൾ ഒരു മെർക്കുറിയും വെച്ചിട്ടുണ്ടാവും. ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്. അതുപോലെ തന്നെ ഇതിന്റെ സൈഡിൽ ഒരു ട്യൂബ് ഉണ്ടാവും. അതുവഴി നമ്മൾ പ്യുവർ ഹൈഡ്രജൻ അറ്റ് 1 atm പ്രഷറുള്ള പ്യുവർ ഹൈഡ്രജൻ എന്ത് ചെയ്യാണ്? പമ്പ് ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് നമ്മുടെ ഡയഗ്രാം. ഡയഗ്രാം എന്താണ്? ആദ്യം ഒരു സൊല്യൂഷൻ, ഒരു ബീക്കറിൽ എന്ത് ചെയ്യും? HCl സൊല്യൂഷൻ എടുത്തിട്ടുണ്ടാവും. അതിൽക്ക് എന്ത് ചെയ്യും? നമ്മൾ പ്ലാറ്റിനം കോട്ടഡ് പ്ലാറ്റിനം ഫോയിൽ ഡിപ്പ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? അതൊരു പ്ലാറ്റിനം വയർ വഴി കണക്ട് ചെയ്യും. പ്ലാറ്റിനം വയർ വഴി കണക്ട് ചെയ്തിട്ട് എന്തുണ്ടാവും? അതിന്റെ ഈ സൈഡിൽ ഒരു ട്യൂബ് ഉണ്ടാവും. ആ ട്യൂബിൽ കൂടെ നമ്മൾ പ്യുവർ ഹൈഡ്രജൻ ഗ്യാസ് അറ്റ് 1 atm പ്രഷറുള്ളത് പമ്പ് ചെയ്യും. ഇതാണ് ഇതിന്റെ ഡയഗ്രാം. ഇതാണ് ഇതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്സ്. ആദ്യം എന്ത് ചെയ്യാം? ഒരു ബീക്കറിൽ സൊല്യൂഷൻ എടുക്കുക, എന്നിട്ട് പ്ലാറ്റിനം ഫോയിൽ ഡിപ്പ് ചെയ്യുക, പ്ലാറ്റിനം ഫോയിൽ ഒരു പ്ലാറ്റിനം വയർ വെച്ച് കണക്ട് ചെയ്യുക. അതിന്റെ ഇവിടെ ആയിട്ടൊരു എന്തുണ്ടാവും? മെർക്കുറി ഉണ്ടാകും. പിന്നെ അതിന്റെ സൈഡിൽ എന്തുണ്ടാവും? ഹൈഡ്രജൻ ഗ്യാസ് പമ്പ് ചെയ്യാനുള്ള ഒരു സൈഡ് ട്യൂബ് ഉണ്ടാവും. ഇതാണ് നമ്മുടെ ഡയഗ്രാം. ഓക്കെ, ഇതാണ് ഡയഗ്രാം, സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിന്റെ ഡയഗ്രാം. സിമ്പിൾ ആണ്. നെക്സ്റ്റ് നമ്മുടെ സെക്കൻഡറി റെഫറൻസ് ഇലക്ട്രോഡ് ആയിട്ടുള്ള കാലമൽ ഇലക്ട്രോഡ്. കാലമൽ ഇലക്ട്രോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബോട്ടിൽ ഷേപ്പിലാണ് വരുന്നത്. ഇതിൽ എന്താണ്? ഒരു താഴെ തന്നെ ഒരു ഗ്ലാസ് ട്യൂബ് ഉണ്ട്. ആ ഗ്ലാസ് ട്യൂബിൽ എന്താണ്? മെർക്കുറി ആണുള്ളത്, Hg. ഗ്ലാസ് ട്യൂബിൽ എന്താണുള്ളത്? മെർക്കുറി ഉണ്ടാകും. അതിന്റെ മേലത്തെ ലെയർ, ഈ ഗ്ലാസ് ട്യൂബിന്റെ മേലുള്ള ലെയറിൽ നമ്മൾ എന്തുണ്ട്? മെർക്കുറസ് ക്ലോറൈഡ് Hg2Cl2 ഫിൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്താണ്? Hg2Cl2 ഫിൽ ചെയ്തിട്ടുണ്ട്. അതെന്ത് ചെയ്യുന്നുണ്ട്? ഒരു പ്ലാറ്റിനം വയർ വഴി മെർക്കുറിക്ക് കണക്ട് ചെയ്യുന്നുണ്ട്. ഈ മെർക്കുറി എന്തിനായി ഉപയോഗിക്കുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഹൈ ഇലക്ട്രിക്കൽ കണ്ടക്ടൻസ്. ഹൈ ഇലക്ട്രിക്കൽ കണ്ടക്ടൻസിനാണ് നമ്മൾ ഇവിടെ ഈ മെർക്കുറി ഉപയോഗിക്കുന്നത്. ഇലക്ട്രിക്കൽ കണ്ടക്ടൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? മെർക്കുറി ഉപയോഗിക്കുന്നത്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ബാക്കിയുള്ള സ്പേസ് ഫുള്ള് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സാച്ചുറേറ്റഡ് KCl സൊല്യൂഷൻ ആയിട്ട് കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണുള്ളത്? ആദ്യം നമ്മുടെ കാലമൽ ഇലക്ട്രോണിന്റെ ഡിപ്പിൽ എന്തുണ്ട്? ഡിപ്പിൾ മെർക്കുറി ഉള്ള ഒരു ഗ്യാസ് ട്യൂബ് ഉണ്ട്. അതിന്റെ നേരത്തെ മുകളിലത്തെ ലെയറിൽ എന്തുണ്ട്? Hg2Cl2 മെർക്കുറസ് ക്ലോറൈഡ് ഉണ്ട്. പിന്നെ ബാക്കിയുള്ള സ്പേസിൽ നമ്മൾ സാച്ചുറേറ്റഡ് KCl ഫിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ Hg2Cl2 മെർക്കുറസ് ക്ലോറൈഡിൽ നിന്ന് ഒരു പ്ലാറ്റിനം വയർ വഴി
കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ സൈഡ് ട്യൂബിൽ എന്താണുള്ളത്? സൈഡ് ട്യൂബ് നേരെ കണക്ട് ചെയ്തിട്ടുള്ള എന്താണ്? ഒരു സോൾട്ട് ബ്രിഡ്ജ് ആണ്. ഇവിടെ എന്താണ്? ഇവിടെ ഒരു സോൾട്ട് ബ്രിഡ്ജിക്കാണ് ഇത് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതാണ് എന്ത്? നമ്മുടെ കാലമൽ ഇലക്ട്രോഡ്. സെക്കൻഡറി റെഫറൻസ് ഇലക്ട്രോഡിന്റെ എക്സാമ്പിൾ ആണ് കാലമൽ ഇലക്ട്രോഡ്. അതിന്റെ താഴെ എന്താണ്? മെർക്കുറി ഉണ്ട്. അതിന്റെ മുകളിലത്തെ ലെയറിൽ നമുക്ക് മെർക്കുറസ് ക്ലോറൈഡ് ഉണ്ട്. പിന്നെ എന്താണ്? ആ മെർക്കുറസ് ക്ലോറൈഡ് കൂടി ഒരു പ്ലാറ്റിനം വയർ വഴി മെർക്കുറി കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് അങ്ങനെ ആ വയർ മുന്നോട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള സ്പേസിലൊക്കെ നമ്മൾ എന്തുണ്ട്? സാച്ചുറേറ്റഡ് KCl സൊല്യൂഷൻ വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ സൈഡ് ട്യൂബ് വഴി എന്താണ്? ഒരു സോൾട്ട് ബ്രിഡ്ജിക്ക് നമ്മൾ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സെക്കൻഡറി റെഫറൻസ് ഇലക്ട്രോഡ് ആയിട്ടുള്ള സാച്ചുറേറ്റഡ് കാലമൽ ഇലക്ട്രോഡ്. അപ്പൊ ഫസ്റ്റ് പ്രൈമറി റെഫറൻസ് ഇലക്ട്രോഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ആണെങ്കിൽ നോക്കുക, അതിൽ എന്താണ്? ഒരു സൊല്യൂഷൻ ഉണ്ട്. ആ സൊല്യൂഷൻക്കാണ് നമ്മുടെ പ്ലാറ്റിനം ഫോയിൽ ഡിപ്പ് ചെയ്തിട്ടാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് എന്നുണ്ടെങ്കിൽ ഇത് അതുപോലെയല്ല, അത് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ളതാണ് കാലമൽ ഇലക്ട്രോഡ്. അപ്പൊ രണ്ടിന്റെയും ഡയഗ്രാം പഠിക്കുക, അത് എന്താണെന്ന് പഠിക്കാം. അതുപോലെ തന്നെ വാട്ട് ഈസ് റെഫറൻസ് ഇലക്ട്രോഡ്, ഇതാണ് നമ്മുടെ 7th ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത്രയാണ് ഇന്ന് പഠിപ്പിച്ചത്. സോ താങ്ക് യു.